ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. മാർക്കറ്റിൽ പൊസിഷൻസ് ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. ക്യാൻഡിലിൻ്റെ ക്ലോസും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ ഈ ക്യാൻഡിലിൻ്റെ ഫിബോയുടെ 0.68 റിട്രേസ്മെൻറ്റിൽ ഞാൻ ഫിബോയും കൂടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സി പി ആർ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ R1 റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് ബൈ എൻട്രി എടുക്കാൻ പോസിബിൾ ഉണ്ട്. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺ മൊമെൻറ്റം കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ബൈ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം മാർക്കറ്റ് മേലിലേക്ക് പോകാനാ ചാൻസ് എന്ന് തോന്നുന്നു. ഏതായാലും ട്രേഡ് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റർ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം 1000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അവിടെ ബ്രേക്ക് കിട്ടിയിട്ട് തിരിച്ച് അവിടെ നിന്ന് ഒരു റിവേഴ്സലാണ്, ഒരു റിജക്ഷനാണ് കാണിക്കുന്നത്. ഏതായാലും നമ്മൾ ട്രേഡ് എടുത്തതാണ്. അപ്പം നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ വച്ചേക്കാം. കാരണം ഓക്കെ, ഏതായാലും കണ്ടോ നല്ല റിജക്ഷനാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, 540. ഓക്കെ, ഏകദേശം ഈ റേഞ്ചിൽ 78 എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഡേ ഹൈക്ക് തൊട്ട് മുന്നേ നമുക്ക് ഏതായാലും ട്രേഡിൽ നിന്ന് ഇറങ്ങിയേക്കാം. കാരണം പിന്നെ പ്രീവിയസ് ഡേ ഹൈയും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു മൗണ്ടായിരിക്കും. ചിലവർ ഇത് ചെയ്യുന്നുണ്ട് 1:3 റിസ്ക് റിവാർഡ് ഇല്ലല്ലോ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നില്ലേ. 1:3 അത് എങ്ങനെ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 1:3 റിസ്ക് റിവാർഡിലാണ് ഞാൻ എപ്പോഴും ട്രേഡ് ചെയ്യാറുള്ളത്. അവരെന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മളെടുത്ത അവിടുന്ന് തന്നെ മാർക്കറ്റ് റിജക്ഷനാണ് കാണിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാര്യം ചെയ്യും. ഏതായാലും നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം. നമുക്ക് കിട്ടിയത് 249.45 നമുക്ക് നമ്മളുടെ ടാർഗറ്റ് എൻട്രി കിട്ടിയത്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു 3000 സംതിങ്ങിൻ്റെ ഒരു ലോസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സാധാ എടുക്കുന്ന ക്വാണ്ടിറ്റി തന്നെയാണ് എടുത്തേക്കണം. അപ്പം 105 ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കണം. അഗെയിൻ മാർക്കറ്റ് നമ്മുടെ കോസ്റ്റിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, ഓക്കെ. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് നമുക്ക് എൻട്രി കിട്ടിയത് 249 നമുക്ക് 211 സ്റ്റോപ്പ് ലോസും ട്രിഗർ പ്രൈസ് 212 കൂടെ ഏതായാലും കൊടുത്തു വയ്ക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു റിവേഴ്സൽ ട്രേഡാണ് വരുന്നതെങ്കിൽ അവിടെ നിന്നൊരു നല്ലൊരു മൊമെൻറ്റം മേലിലേക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഏതായാലും ഒന്ന് നോക്കി വെയിറ്റ് ചെയ്യാൻ നോക്കാം.
ട്രേഡേഴ്സ് വീണ്ടും മാർക്കറ്റ് നമ്മുടെ ലൈനെ ക്രോസ് ചെയ്ത് അതിലും ഒരു റിജക്ഷനാണ് കാണിക്കുന്നത്. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു ഡൗൺഫോൾ കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നമ്മളുടെ ടാർഗറ്റ് പെട്ടെന്ന് തന്നെ ഹിറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും നേരം നല്ല ലോസ് കാണിച്ചായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാനത് ഫോർവേഡ് ഇട്ടാണ് കാണിച്ചത്, കാരണം അല്ലെങ്കിൽ വളരെ ലെങ്തി വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും കാണാൻ അത് ബോറായിരിക്കും. അപ്പോൾ മാർക്കറ്റ് ഏകദേശം ക്രോസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോസ്റ്റിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിൽ ഇവിടുന്നും റിവേഴ്സലാണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും. അവിടുന്നും റിജക്ഷൻ ആണല്ലോ പിള്ളേച്ച. നോക്കാം, ചിലപ്പോൾ അതൊരു ട്രിക്ക് ഹാൻഡിലായി റിജക്ഷൻ കാണിച്ച് അവിടുന്ന് ഒരു ബൈ എൻട്രി മറ്റുള്ളവരെ കാണിച്ചിട്ട് തിരിച്ച് താഴോട്ട് വരാനും ചാൻസസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അഗെയിൻ പിന്നെയും തിരിഞ്ഞ് 1500 ലോസ് കാണിക്കുന്നുണ്ട്. നല്ല റിജക്ഷനായ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഏകദേശം ഒരു 3000 അടുപ്പിച്ച് ലോസ് കാണിക്കുന്നുണ്ട്. നോ ഇഷ്യൂ, നമ്മൾ റെഡിയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസുമായിട്ട്. 200 ഓക്കെ പറയണതിന് മുന്നേ അടിച്ച് കഴിഞ്ഞ്. ഓക്കെ, നമ്മളേതായാലും 4000 ഒരു ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രേഡ് വളരെ സിമ്പിളാണ്, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. പിന്നെയും മാർക്കറ്റ് മേളിലോട്ടാണ് കയറി പോകുന്നത്. ഓക്കെ, ഇനി പ്രത്യേകിച്ച് ഇനിയിപ്പം ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 4000 ലോസ് നമ്മളിന്ന് ഓവറോൾ ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു.